ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കുന്നത് ബട്ടർ ഗാർലിക് ചിക്കൻ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ബട്ടർ ഗാർലിക് ചിക്കൻ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ബട്ടർ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാനായി ഞാൻ ഇവിടെ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോൺലെസ് ചിക്കൻ പീസസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബട്ടർ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് വെച്ചിട്ടും ഈ ഒരു ഡിഷ് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ബോൺലെസ് ചിക്കൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കഴിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ചിക്കന്റെ ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയി കട്ട് ചെയ്ത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കോഴിമുട്ടയുടെ വെള്ള, 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി നന്നായിട്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ ചിക്കൻ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ബട്ടറിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടെ നമുക്ക് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി സ്പ്രിംഗ് ഒനിയനും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ ഇപ്പോൾ വെളുത്തുള്ളിയും മല്ലിയിലയും സ്പ്രിംഗ് ഒനിയനും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവറിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കോൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സോയാ സോസ് ആണ്. 2 ടീസ്പൂൺ അളവിന്റെ സോയാ സോസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചിക്കനും മസാലയും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. അങ്ങനെ വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മളുടെ ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ഡിഷിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.